ഇനി നമുക്ക് മുടവൻ മുകളിലെ വീട്ടിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്. നമുക്കറിയാം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം 2025 എന്ന വർഷം ദാദാസാഹിബ് ഫാൽക്കെ പോലുള്ളൊരു വലിയ പുരസ്കാരം, അതിനപ്പുറത്തൊരു വലിയ നഷ്ടം അല്ലേ. 2025 അവസാനത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തിന് വലിയൊരു നഷ്ടമുണ്ടായൊരു വർഷമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മ വലിയ അടുപ്പം, വലിയ അറ്റാച്ച്മെന്റ് അമ്മയോട് ഉണ്ടായിരുന്നു. ലാലു എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന കിട്ടുന്ന വേദികളിലെല്ലാം അമ്മയെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുന്നു. അങ്ങനെ മോഹൻലാലിന്റെ അമ്മ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ. തീർച്ചയായിട്ടും മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് വൈകുന്നേരം 4 മണിയോടെയാണ് മുടവൻ മുകളിലെ കുടുംബ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അമ്മ ശാന്തകുമാരിയുടെ മരണം ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൊച്ചി എളമക്കരയിൽ സംഭവിച്ചത്. രാവിലെ മുതൽ തിരുവനന്തപുരത്തെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഒരു മോഹൻലാലിന് വ്യക്തിപരമായ ഒരു വലിയ നഷ്ടം നൽകിക്കൊണ്ടാണ് 2025 അവസാനിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രമുഖരൊക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളൊക്കെ ഇന്നലെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എത്ര മണിയോടെ പൊതുദർശനം തുടങ്ങും? ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ടോ? ജിൽസി സൈഫു, പൊതുദർശനം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെയായിരുന്നു കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം മോഹൻലാലിൻ്റെ അമ്മയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചത്. 5 മണിയോടെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. മൃതശരീരം ഇവിടെ എത്തിയതിനു ശേഷം തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം മുടവൻ മുകളിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ശാന്തകുമാരി മുടവൻ മുകളിലെ എല്ലാ നിവാസികൾക്കും വളരെ സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മുടവൻ മുകളിലെ എല്ലാ ജനങ്ങളും ഈ വീട്ടിലേക്ക്, ലാലുവിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ രാവിലെ 5 മണിയോടെയാണ് ഇത്തരത്തിൽ ശാന്തകുമാരിയുടെ ഭൗതിക ശരീരം എത്തിച്ചേർന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് 2025 ഫാൽക്കെ അവാർഡ് അടക്കം മോഹൻലാലിന് കിട്ടിയ വർഷമായിട്ട് പോലും വളരെ ഒരു വേദനയോടെയാണ് മലയാളത്തിൻ്റെ മഹാനടനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കടന്നു പോകുന്നത്. ഇത്തരത്തിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ ഒരു വളർച്ചയും അതുപോലെ തന്നെ സിനിമയിലെ വരവും ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ മോഹൻലാൽ സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു സഹോദരൻ പ്യാരിലാലിൻ്റെ ഒരു വിയോഗമുണ്ടാകുന്നത്. പിന്നെ ഈ സിനിമയിലൊരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇത്തരത്തിൽ പിതാവിൻ്റെ മരണം സംഭവിക്കുന്നു. ഇപ്പോൾ ദാദാ ഫാൽക്കെ അവാർഡ് അടക്കം നേടി മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ, ലോക സിനിമയുടെ നെറുകയിൽ മോഹൻലാൽ നിൽക്കുന്ന ഒരു സമയത്താണ് അമ്മയുടെ വിടവാങ്ങൽ. അത്തരത്തിൽ 2025 കഴിയുമ്പോൾ മോഹൻലാലിൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ശൂന്യതയോടെയാണ് ഈ ഒരു വർഷം കടന്നു പോകുന്നത് എന്ന് പറയാം. ഇത്തരത്തിൽ സിനിമ മേഖലയിലെ പ്രമുഖരും അതുപോലെ തന്നെ മുടവൻ മുകളിലെ നാട്ടുകാരും ഒക്കെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണുന്നത്. കൂടാതെ തന്നെ ഈ മുടവൻ മുകളിലെ വീട് മോഹൻലാലിൻ്റെ ചെറുപ്പം മുതൽ അദ്ദേഹം വളർന്ന് സിനിമയിലേക്ക്, മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ വരവടക്കം ഈ വീട്ടിൽ നിന്നായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒത്തു ചെയ്ത സിനിമയുടെ ചിത്രീകരണമൊക്കെ ഈ മുടവൻ മുകളിലെ വീട്ടിൽ നിന്നായിരുന്നു. ആ ഒരു ഘട്ടത്തിലൊക്കെ മോഹൻലാലിനുമൊപ്പം അമ്മ ശാന്തകുമാരിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ കരിയറിലൊക്കെ എല്ലാ ഘട്ടത്തിലും അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഈ ഫാൽക്കെ അവാർഡ് അടക്കം ലഭിച്ച ഒരു സാഹചര്യത്തിൽ ആദ്യം അമ്മയോട് വന്നാണ് മോഹൻലാൽ ആ വിവരമൊക്കെ പറഞ്ഞത് എന്നൊക്കെ പല ഇൻ്റർവ്യൂവിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് കുറേ വർഷങ്ങളായി മോഹൻലാലിൻ്റെ അമ്മ വീൽ ചെയറിലാണ്, ശരീരം അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. കൊച്ചിയിലെ അമൃതയിലായിരുന്നു അവരുടെ ചികിത്സയും ഒക്കെ നടന്നത്. വളരെയേറെ കാലം മുടവൻ മുകളിലെ വീട്ടിൽ തന്നെയായിരുന്നു ശാന്തകുമാരി താമസിച്ചു പോന്നിരുന്നത്. എന്നാൽ പിന്നീട് ഈ ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു കൊച്ചിയിലേക്കുള്ള മാറ്റം. പക്ഷേ ഇപ്പോഴും ശാന്തകുമാരിയെ മുടവൻ മുകളിലെ ജനങ്ങൾ മറന്നിട്ടില്ല. ഇവിടെ എത്തുന്ന പ്രമുഖരെക്കാൾ കൂടുതൽ ഇവിടേക്ക് ഓടിയെത്തുന്നത് മുടവൻ മുകളിലെ ജനങ്ങളാണ്. ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ കരിയറിൽ അമ്മയുടെ സ്ഥാനം, അച്ഛനും ജ്യേഷ്ഠനും പോയതിനു ശേഷം ആ ഒരു സ്നേഹമൊക്കെ മോഹൻലാലിന് അമ്മ മാത്രമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരാളുടെ ആദ്യ കുടുംബം അത് അമ്മയും അച്ഛനും ജ്യേഷ്ഠനും ഒക്കെ ചേരുന്നതാണ്. അത്തരത്തിൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ജിൽസി സൈഫു. ശരി, സനിസ ശോഭാചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകി.